ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് ടീച്ചർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു പാഠഭാഗമാണ്. ആരാണിത് എഴുതിയെന്നറിയാമോ? നമ്പ്യാരാണ് അല്ലേ, കുഞ്ചൻ നമ്പ്യാരാണ്. നിങ്ങൾക്കറിയാം, പ്രാചീന കവിത്രയത്തിലെ തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി എന്നൊക്കെ പറയുന്ന നമ്മളുടെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാര്. അദ്ദേഹം 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ഒരു കവിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും എന്ത് ചെയ്യില്ലടാ നമുക്ക് ലഭ്യമല്ല അല്ലേ. കാരണം എന്താണ്, അന്ന് ഇതുപോലെ ഇന്നത്തെ കാലത്തെ പോലെ അങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചൊരു ചരിത്രമൊന്നും അന്നില്ല അല്ലേ. അപ്പം അത്ര കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് എന്നൊക്കെ അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. കിള്ളിക്കുറിശി മംഗലത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കവിയാണ്. ജനകീയ കവി എന്നുള്ള പേരിൽ അറിയപ്പെട്ട കവിയാണ് അല്ലെ. ജനകീയനായ ആളുകളൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്ന കവിയായിരുന്നു ആര്? നമ്പ്യാർ എന്ന് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്ഷേപഹാസ്യമാണ് അല്ലെ. അപ്പം എന്താണ് ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ? ഒരു കാര്യത്തെ തമാശയിലൂടെ എന്ത് ചെയ്യാണ്, സെറ്റയർ എന്നൊക്കെ ഇംഗ്ലീഷ് പറയും. തമാശയാണ് നമുക്ക് തോന്നും, പക്ഷെ തമാശയിലൂടെ വളരെ കൃത്യമായ രീതിയിലുള്ള സാമൂഹ്യ വിമർശനം നടത്തുകയാണ് ചെയ്തത് കേട്ടോ. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം എന്നാണ് ആക്ഷേപഹാസ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ ഇപ്പോൾ രാജാവായാലും ശരി, ആരായാലും ശരി, നമ്പ്യാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി മുഖത്ത് നോക്കി പറയുന്ന ഒരാളായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ. അപ്പം അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ളതും ഒരു തുള്ളൽ കൃതിയാണ്. തുള്ളലിനെ പ്രധാനമായിട്ടും 3 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്: ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കം തുള്ളൽ. 64ഓളം കൃതികൾ ഈ 3 തുള്ളലിലുമായിട്ട് ആര് എഴുതിയിട്ടുണ്ട്? നമ്പ്യാർ. 64 ഉണ്ടാവണം കേട്ടോ. അതിൽ ഓട്ടൻ തുള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കഥകളി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ്? സാധാരണക്കാരൻ്റെ കഥകളി എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതായത് ആദ്യകാലത്തൊക്കെയുള്ള കൃതികളൊക്കെ ക്ഷേത്രത്തിൽ, ഇപ്പോൾ കഥകളി പോലെയുള്ള അല്ലെ കലാരൂപങ്ങളൊക്കെ ക്ഷേത്രത്തിനകത്തായിരുന്നു നടക്കുക അല്ലേ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇത് കാണാനും ആസ്വദിക്കാനും ഒന്നും കഴിയില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കപ്പെടുന്നു. ലളിതമായിട്ടുള്ള വസ്ത്രമാണ്, നാടൻ സ്വഭാവമാണ്, ചടുലമായിട്ടുള്ള നൃത്തങ്ങളാണ് ഓട്ടൻ തുള്ളലിൻ്റെ പ്രത്യേകത. നമ്മൾ കലോത്സവ വേദികളിലൊക്കെ നിങ്ങൾ കാണുന്ന ഒരു തുള്ളൽ കൂടിയാണ് അല്ലേ. ബാലി വിജയം, ഘോഷയാത്ര, ഭഗവതം, സന്താനഗോപാലം, സെമന്തകം, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, ഓട്ടൻ തുള്ളൽ വിഭാഗത്തിൽ വരുന്ന കൃതികളാണ്. അടുത്ത ശീതങ്കൻ തുള്ളലാണ്. ലാസ്യ സ്വഭാവമുള്ള തുള്ളലാണ്, പാതിരാത്രിയിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ശീതങ്കൻ തുള്ളലിൽ ധ്രുവചരിതം, കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല. അപ്പോൾ ഇതിൽ ധ്രുവചരിതമാണ് നമുക്ക് പഠിക്കാനുള്ള കൃതി, ധ്രുവചരിതത്തിലുള്ള ഭാഗമാണ്. അപ്പോൾ അതേത് തുള്ളലാണ്? ശീതങ്കൻ തുള്ളലാണ് എന്ന് മക്കൾ ഓർക്കുക. അടുത്ത തുള്ളൽ പറയൻ തുള്ളലാണ്. പറയുന്ന മട്ടിലുള്ള രീതിയാണ് കേട്ടോ, പറയുന്ന രീതി. അപ്പോൾ അതിരാവിലെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. പതിഞ്ഞ മട്ടിലുള്ള താളമാണ്. മല്ലിക എന്ന് പറയുന്ന സംസ്കൃത വൃത്തത്തിലാണ് പറയൻ തുള്ളൽ അവതരിപ്പിക്കപ്പെടുന്നത്. സഭാപ്രവേശം, ത്രിപുര ദഹനം, കീചകവധം, ശ്രീകൃഷ്ണ ചരിതമണിപ്രവാളം, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, പറയൻ തുള്ളൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്പ്യാരുടെ കൃതികളിൽ ഫലിതമുണ്ടാകും, കേരളീയമായിട്ടുള്ള പശ്ചാത്തലം കാണാം, സാമൂഹിക വിമർശനമുണ്ട് അല്ലേ. വളരെ ആ കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജഭരണമാണ്, ജാതി വ്യവസ്ഥകളിലെ ജാതിപരമായിട്ടുള്ള എല്ലാ സമത്വങ്ങളും നിലനിന്ന കാലമാണ്. അപ്പോൾ അന്ന് എന്ത് ചെയ്തിരുന്നു, അതിനൊക്കെ ശക്തമായിട്ട് അല്ലെ, മുമ്പിലിരിക്കുന്ന രാജാവാണോ എന്ന് നോക്കാതെ രാജാവ് ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ വിളിച്ചു പറഞ്ഞ് വിമർശിച്ചിട്ടുള്ള ആളാണ് ആര്? നമ്പ്യാർ. അതുകൊണ്ടാണ് അദ്ദേഹം ജനകീയനായ കവി എന്ന് കൂടെ അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ ലോകോക്തികൾ, പഴഞ്ചൊല്ലുകളൊക്കെ നമ്പ്യാർ എഴുതിയത് കൊണ്ട് പഴഞ്ചൊല്ലായതാണോ, പഴഞ്ചൊല്ലുകൾ നമ്പ്യാർ ഉപയോഗിച്ചാണോ എന്നറിയാത്ത രീതിയിൽ അത്ര മനോഹരമായ രീതിയിൽ പഴഞ്ചൊല്ലുകളെ കൃതികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആര്? നമ്പ്യാർ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലെ. എന്താണ് പാഠം എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ എങ്ങനെയാണ് കവിത തുടങ്ങുന്നത്, തുള്ളൽ എങ്ങനെയാണ് തുടങ്ങുന്നത്? മാനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്നേ ഞാൻ ഉര ചെയ്യുന്നു, കേൾക്ക നീ ബാലക അല്ലെ. അപ്പോൾ ധ്രുവനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്ത് നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അപ്പോൾ മനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്നേ ഞാൻ ഉര ചെയ്യുന്നു, കേൾക്ക നീ ബാലക. മനുഷ്യരുടെ മോഹങ്ങൾ എന്ത് ചെയ്യാണ്, ഞാൻ ഓരോന്നായിട്ട് പറയാം, നീ എന്ത് ചെയ്യൂ, അതൊക്കെ ഒന്ന് കേൾക്കൂ ബാല, കുട്ടി എന്ന് പറയാണ്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യരെ ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. കുറച്ച് പൈസ കിട്ടുന്നതാണെങ്കിൽ മനുഷ്യൻ എന്താണ്, ദുഷ്ടത കാട്ടാൻ ഒരു മടിയില്ല. അത്ര വൃത്തികെട്ട സ്വഭാവമാണ് ആർക്ക്? മനുഷ്യന്മാർക്ക് എന്ന് പറയാണ്. ഇത് എപ്പോൾ എഴുതിയ കൃതിയാണ്? 18-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു കൃതിയാണ് അല്ലേ മക്കളെ. 18-ാം നൂറ്റാണ്ടിൽ എഴുതിയ ആ കൃതിയിലും എന്താണ്,
നമുക്ക് അന്നത്തെ മനുഷ്യരും 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് എന്ത് ചെയ്യുന്നു നമുക്ക് മനസ്സിലാവാണ് അല്ലേ. എന്താണ് രണ്ട് പണം അല്ലേ, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ അല്ലേ കുറച്ച് പൈസ കിട്ടുന്നതാണെങ്കിൽ മനുഷ്യർക്ക് ഒരു ദുഷ്ടത കാട്ടാനും മടിയില്ലല്ലേ. കാലുവെട്ടും കൈവെട്ടും തലവെട്ടും എന്ത് ക്രൂരത, മനുഷ്യരെ കൊല്ലാനാണെങ്കിൽ ചതിക്കാനാണെങ്കിൽ എന്ത് റെഡിയാണ്. പുതിയ കാലത്തിലുള്ള മനുഷ്യർ റെഡിയാണ് എന്നാണ് പറയുന്നത് അല്ലേ. കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം അല്ലേ. കിട്ടിയാൽ എന്തെല്ലാം മതിയല്ലോ, പിന്നെയും പട്ടാരടങ്ങാൻ അല്ലെ, എന്തു വേണം എന്നുള്ള ആഗ്രഹമാണ് ആർക്ക്, നമ്മളുടെ മനുഷ്യർക്ക് എന്ന് പറയാണ്. 2 പണം കിട്ടുമെന്നു കേട്ടാൽ അവർ മണ്ടും 18 കാതമെന്നാകിലോ. 2 പണം ഇച്ചിരി പൈസ കിട്ടുന്നതാണെങ്കിൽ എത്ര കാതം ദൂരം വേണമെങ്കിലും എന്ത് ചെയ്യും, ഓടിക്കോളും എന്ന് പറയണം. കാതം എന്ന് പറഞ്ഞാൽ ദൂരത്തിന്റെ അളവിനെയാണ് പറയുന്നത്. ഭോജനത്തിനും പ്രധനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്ക് അല്ലെ. പ്രധനം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധിയാണ്, പ്രസിദ്ധി എന്നാണ് പ്രധനം എന്നുള്ള വാക്കിന്റെ അർത്ഥം, പ്രസിദ്ധിയാണ്. അതുപോലെ ഭോജനം അല്ലെ, അപ്പൊ ഭക്ഷണത്തിനും പ്രസിദ്ധിക്കും ഒക്കെയാണ് രാജസേവ അല്ലെ. ഭരണകാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ഫേമസ് ആവണം, കുറച്ച് ഭക്ഷണം കഴിക്കണം, പിന്നെ കുറച്ച് അല്ലെ അധികാരമൊക്കെ വേണം. അപ്പൊ ഇതിനാണ് മനുഷ്യർക്ക് ആഗ്രഹമല്ല ദുരാഗ്രഹമാണ് ആർക്ക്, ലോകർക്ക് അല്ലെ. പിന്നെ ടീച്ചർ പറയാണ് 18-ാം നൂറ്റാണ്ടിൽ, അത്രയും കൊല്ലങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ടൊരു കൃതിയാണ് അല്ലേ. പക്ഷെ ഈ കാലത്ത് എന്ത് ചെയ്യാണ്, മനുഷ്യർക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് കൃതി നമ്മളെ ബോധ്യപ്പെടുത്തി തരാണ് കേട്ടോ. അടുത്ത് നോക്കൂ, രാജാവിനെ ചെന്ന് സേവിച്ചു നിൽക്കുകയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കുകയും കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യർക്കന്മാർക്കില്ല വാഞ്ചിതം അല്ലേ. എന്താണ് പറയുന്നത്, രാജാവിനെ ചെന്ന് കാണുക അല്ലെ, രാജാവിനെ എന്താണ് സേവിച്ച് നിൽക്കുക, കള്ളം വ്യാജം പറഞ്ഞിട്ട് പലരെയും ചതിച്ചിട്ടൊക്കെ കൈക്കൂലിയൊക്കെ വാങ്ങിയെടുക്കുക എന്നല്ലാണ്ട് ആവശ്യക്കാർക്ക് പോലും എന്താണ് അല്ലെ മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവരെയും നോക്കുവാൻ പോലും അവസരമില്ല പോൽ. എത്രയും ദുഃഖമാം രാജസേവാദികൾ, എത്ര ജനമുണ്ട് അതിന് തുനിയുന്നു അല്ലെ. മൂക്കിൽ വിരൽ തള്ളിയിരിക്കുന്നു, അപ്പൊ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലിരിക്കുന്ന ആളുകളെ പോലും മൈൻഡ് ചെയ്യില്ല അല്ലെ. അപ്പൊ കുറച്ച് കൈക്കൂലിയും കാര്യമൊക്കെ കിട്ടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന രാജാവിൻ്റെ അല്ലെ അധികാരമുള്ള ആളുകൾ പോലും അല്ലെ, ഇപ്പൊ രാജാവിന്റെ ചിങ്കിടിമാരായിരിക്കാം, മന്ത്രിമാരായിരിക്കാം, അപ്പൊ ഇവരൊക്കെ അല്ലെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളൊക്കെ ആലോചിക്കാം അല്ലെ. അപ്പോൾ അതുപോലെ അല്ലെ പലരും അങ്ങനെയാണ്, ചിലർ അങ്ങനെയല്ല പക്ഷെ പലരും അങ്ങനെയാണ് അല്ലെ. അപ്പൊ കൈക്കൂലികളുടെയും കാര്യങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ നിരന്തരം വാർത്തയിലൊക്കെ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ എന്താണ് ജനങ്ങൾക്ക് വേണ്ട കാര്യമൊക്കെ ചെയ്യാൻ ആരാണ് അതിനു വേണ്ടി തുനിയുന്നത് എന്ന് ചോദിക്കുകയാണ്. ശ്ലോകങ്ങൾ ഉണ്ടാക്കിയാൽ ഇന്ന് നമ്മുടെ ശോകങ്ങൾ തീരുമെന്നെല്ലാം നിരൂപിച്ച് ശ്ലോകം ചമയ്ക്കും പദങ്ങളും നിർമ്മിക്കും ഏകൻ ദുരാഗ്രഹം കൊണ്ടത് ചെയ്യുന്നു. അപ്പൊ ചിലർ പറയുന്നത് ശ്ലോകം ഉണ്ടാക്കിയല്ലേ, 4 വരി കവിതകളാണ്, അപ്പൊ ദൈവത്തിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതാണ് ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്ലോകമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ കഷ്ടകാലമൊക്കെ മാറും, ശോകമൊക്കെ തീരും എന്ന് വിചാരിച്ച് ഉള്ളിൽ കഴിവുള്ളതുകൊണ്ടൊന്നും അല്ല, ഇങ്ങനെ ദുരാഗ്രഹം കൊണ്ട് എന്ത് ചെയ്യാണ് ശ്ലോകങ്ങൾ എഴുതും അല്ലെ. ഇനിയോ, പട്ടു കിട്ടുമ്പോഴും സന്തോഷമില്ലവനൊട്ട് പണം കൂടെ മുമ്പേ നനയ്ക്കയാൽ വിരാളിപ്പട്ട് കിട്ടിയെന്നാകിലും പോരാ തരിവള കിട്ടുവാൻ ആഗ്രഹം അല്ലെ. എന്താ പറയുന്നത്, പട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ അംഗീകരിക്കുന്നതാണ് അല്ലെ, പട്ട് പതിച്ച് അല്ലെ അംഗീകാരമാണ്. അപ്പോൾ പട്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, എന്ത് വേണം, പണം വേണം അല്ലെ. പട്ട് കിട്ടുമ്പോൾ എന്ത് വേണം, അതിന് മുമ്പേ പണം വേണം. ഇനി വീരാളിപ്പട്ട്, ഏറ്റവും മിടുക്കരായിട്ടുള്ള വീരന്മാർക്ക് കിട്ടുന്ന വീരാളിപ്പട്ട് കിട്ടിയിട്ടും കാര്യമില്ല, എന്ത് വേണം, തരിവള, സ്വർണത്തിന്റെ തരിവള വേണം അല്ലെ. പാരിൽ ഓരോ ജനം ദ്രവ്യമുണ്ടാക്കുവാൻ, ദ്രവ്യം സമ്പത്താണ്, ഓരോരോ വിദ്യകൾ കാട്ടുന്ന സന്തതം അല്ലെ. എന്ത് ചെയ്യാണ്, ഓരോരോ വിദ്യകൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ സന്തതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്നുള്ള അർത്ഥമാണ് സന്തതം. ഓക്കെ, അപ്പോൾ ഓരോരോ വിദ്യകൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടു പഠിക്കുന്നു, പാട്ടു സാധിക്കുന്നു, മുട്ടാതെ കച്ച കെട്ടുന്നു, ചിലർ നിന്ന് വെട്ടും തടയും വടിയും പയറ്റുന്നു അല്ലെ. എന്താണ്, ഡാൻസ് പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, ആട്ടം പഠിക്കുന്നുണ്ട്, വാളും പയച്ചൊക്കെ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ പഠിക്കുന്ന ആളുകൾ ഇഷ്ടത്തോടെ പഠിക്കുന്ന, കഴിവുകൾ ഉള്ളിലുണ്ടായിട്ട് പഠിക്കുന്ന ആളുകളുണ്ട് അല്ലേ. പക്ഷെ ആരെക്കുറിച്ചാണ് പറയുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇതൊക്കെ പഠിക്കുന്ന ആളുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിദ്യകൾ എന്ത് ചെയ്യാണ് മനുഷ്യർ കാട്ടിക്കൂട്ടുകയാണ് അല്ലെ. ഇനി നോക്കൂ, വായന കൊണ്ടേ ഫലിപ്പും ഇക്കാലമെന്നായതിനും ചിലർ ഉഷ്ണം പിടിക്കുന്നു, ആയതി വേണമെന്നാൽ പണം കിട്ടുമെന്നായതിനും ചിലർ ഉഷ്ണം പിടിക്കുന്നു, ആയതി വേണമെന്നാൽ പണം കിട്ടുമെന്ന് ആയുധ വിദ്യയ്ക്ക് ഒരുങ്ങുവാൻ തുനിയുന്നു അല്ലെ. അപ്പോൾ പൈസ കിട്ടുന്നതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്തും അല്ലെ, വായന കൊണ്ടാണ് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിലർ വായിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ പഠിക്കുകയാണ് അല്ലെ, ചിലർ എന്ത് ചെയ്യുന്നു ആയുധ വിദ്യകൾ പഠിക്കുന്നു അല്ലെ. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാണ്. വിദ്യകൾ മറ്റുള്ളതെല്ലാം വ്യഥ തന്നെ, വൈദ്യം പഠിക്കണം ദ്രവ്യം ഉണ്ടാക്കുക അല്ലെ. ഇനി എന്താണ് പറയുന്നത്, വിദ്യകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെറുതെയാണ്, പൈസ ഉണ്ടാക്കാൻ എന്ത് പഠിക്കണം, വൈദ്യം പഠിക്കണം അല്ലെ, ഡോക്ടർ ആവണം അല്ലെ, വൈദ്യനാവണം.
എന്നിട്ടോ കാരസ്കരകൃത ഗുൽഗുലു തിക്തകം ചേരുന്ന നെയ്കളും എണ്ണപ്പൊടികളും. കാരസ്കൃതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കാരസ്കൃതം കാഞ്ഞിരമാണ്. കാരസ്കരം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരമാണ്. ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യാണ്. കാരസ്കരം കാഞ്ഞിരം, കാഞ്ഞിരം, ഘൃതം നെയ്യ് കേട്ടോ, നെയ്യാണ് ഘൃതം എന്ന് പറയുന്നത്. ഗുൽഗുലു എന്ന് പറഞ്ഞാൽ ഒരു തരം മരുന്നിനെയാണ് ഗുൽഗുലു എന്ന് പറയുന്നത്. തിക്തകം വേപ്പ് അങ്ങനെ കയ്പുള്ളതിനെയാണ് തിക്തകം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്പുള്ള കാഞ്ഞിരത്തിൻ്റെ കയ്പിലൊക്കെ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കുറച്ച് തിക്തകമൊക്കെ ഇട്ട് ഇളക്കി ഗുൽഗുലു തിക്തകം ഇട്ട് ഇളക്കി അങ്ങ് കൊടുത്താലും എന്താണ് മരുന്നാന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ കഴിക്കും അല്ലേ. സൗന്ദര്യം വരും, മുടി വരും, ഏറ്റവും കൂടുതൽ നമുക്കറിയാം അല്ലേ. എന്താ ഈ സ്കിൻ പ്രോഡക്റ്റുകളും സാധനങ്ങളും മുടിക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് അല്ലേ. അപ്പം അതിങ്ങനെ വൈദ്യം പഠിച്ചാലാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് നമുക്ക് പൈസ ഉണ്ടാക്കാനാവുക എന്നാണ് പറയുന്നത്. സാരമായുള്ള ഗുളികളും കൊണ്ട് ചെന്ന് ഓരോ വിധം പണം കൈക്കലാക്കിയിരുന്നു. ഇങ്ങനെ പലതും കാഞ്ഞിരക്കായും അതും ഇതൊക്കെ അരച്ച് കലക്കി കൊടുത്ത് അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം പൈസ പിടുങ്ങുന്ന ആളുകൾ അല്ലേ. ഇനിയോ മന്ത്രവാദം പഠിക്കുന്നു ചിലർ. പിന്നെ മന്ത്രങ്ങൾ ഓരോന്ന് എഴുതി കൊടുക്കുന്നു. മന്ത്രികളോടും അരജരോടും ചെന്ന് മന്ത്രിച്ച് പട്ടും വളയും വാങ്ങുന്നു. അരജൻ രാജാവാണ്. അപ്പൊ ചിലരെന്ത് ചെയ്യാണ് മന്ത്രവാദം പഠിക്കുകയാണ്, മന്ത്രമൊക്കെ പഠിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുറേ മന്ത്രമൊക്കെ ചൊല്ലി കാര്യങ്ങളോ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, നിങ്ങൾക്ക് പണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലേ. ശരിക്കും പഠിച്ച ആളുകളുണ്ട്. ഇതെന്തിനു വേണ്ടി പഠിക്കുകയാണ്? പൈസ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു മന്ത്രികളോടും അരജരുടെ അടുത്തും രാജാക്കന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യാണ് മന്ത്രിച്ച് പട്ടും വളയൊക്കെ വാങ്ങിക്കളയാണ് കേട്ടോ. അങ്ങനെ കള്ളത്തം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു പൈസ പിടുങ്ങാണ്. ഇനിയോ ജ്യോതിഷ ശാസ്ത്രം പഠിച്ചവർ മിക്കതോ പാതി രാജ്യം കൈക്കലാക്കാൻ തടവില്ല. ജാതകം നോക്കിയിട്ട് അവർ പറഞ്ഞിടുന്ന കൈതവം കേട്ടാൽ കൊടുക്കും പല വസ്തു അല്ലേ. എന്താ പറയുന്നത്? ജ്യോതിഷ ശാസ്ത്രം അത് ക്ലിയർ ആയിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല, ഇത് വെറുതെ കള്ളത്തരത്തിന് അല്ലേ. അവർ പറയുന്ന കൈതവം കള്ളത്തരം അവർ പറഞ്ഞത് കേട്ടാൽ എന്ത് ചെയ്യും പല വസ്തു എന്തും എഴുതി കൊടുത്തു. അമ്മാതിരി കള്ളത്തരമൊക്കെ അവർ പറയാം കേട്ടോ. മറ്റുള്ള വിദ്യകളെല്ലാം പണിപ്പെട്ട് പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഭോഷർക്ക് കൊറ്റുപാത്രം പോലും എങ്ങും കഴിവരാ. മറ്റുള്ളതോ പിന്നെ ഒട്ടും നനയ്ക്കേണ്ട. നീച്ചിലെ പോളയ്ക്ക് തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം മറ്റുള്ള വിദ്യകളൊക്കെ എന്താണ് പണിപ്പെട്ട് മറ്റുള്ളവരെ പറ്റിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരാണ്. എന്തിനു വേണ്ടി? ഇച്ചിരി പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ക്രൂരത അവർ ചെയ്യാണ് അല്ലേ. അപ്പം അവർ മനസ്സിലാക്കുന്നില്ല എന്ത് നീറ്റിലെ പോളയ്ക്ക് തുല്യമാം. നീറ് വെള്ളമാണ് അല്ലേ. നീറ്റിലെ പോള, നീറ്റ് വെള്ളം അല്ലേ. ആ വെള്ളത്തിലുള്ള പോള കുമിളകൾ അല്ലേ. വെള്ളത്തിൽ കുമിളകൾ കാണാറില്ലേ നിങ്ങൾ? ആ കുമിളകൾ ഒരു 5-6 ദിവസം പോയി നിന്നാലും അവിടെ തന്നെ ഉണ്ടാവുമോ? ഇല്ല. ഒട്ടടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യും അത് മാഞ്ഞു പോകും. ആ കുമിളകൾ അല്ലേ അത് പൊടിഞ്ഞു പോകും അല്ലേ. അപ്പം അതുപോലെയുള്ളൂ മനുഷ്യൻ്റെ ജീവിതം. നമ്മൾ ഏതോ സമയത്താണ് മരിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യുമോ നമ്മൾ മരിച്ചു പോകാൻ ചിലപ്പോൾ അല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം അല്ലേ. അത്ര കുറച്ച് കാലേ നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ നീറ്റിലെ പോളയ്ക്ക് അല്ലേ വെള്ളത്തിലുള്ള കുമിളേൻ്റെ തുല്യമാണ് നമ്മളുടെ ജീവിതം. ആ ജീവനെ പോറ്റുവാൻ എന്തിനാണ് മനുഷ്യർ ഇത്രയും ദുഃഖിച്ച് ഇത്രയും വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നതെന്നാണ് ആര് ചോദിക്കുന്നത്? നമ്പ്യാർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ എസ്സേ ചോദ്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു പാഠഭാഗമാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. ഓരോ വരിയും ക്ലിയർ ആയിട്ട്, അതുകൊണ്ടാണ് ടീച്ചർ അത്ര ഡീറ്റെയിൽ ആയിട്ട് വരികൾ ഓരോന്നും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ടീച്ചർ വീണ്ടും ഒരു വീഡിയോയിൽ ടീച്ചർ പറഞ്ഞു തരാം. അപ്പോൾ പാഠഭാഗം ക്ലിയർ ആയിട്ട് വായിക്കുക. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം മക്കൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ എന്ത് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ.